ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരപ്പത്തിൻ്റെ റെസിപ്പിയാണ്. നമ്മളത് വെളിച്ചെണ്ണപ്പന്നോ നെയ്യപ്പന്നോ എന്ത് വേണമെങ്കിൽ പറയാം. ഒരു അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് നമ്മളിന്ന് കാണിക്കാൻ പോണത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എപ്പോഴും പറയുന്ന പോലെ അടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്തോളൂ. എന്നാലാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അതാ നെയ്യപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 3 അച്ച് ശർക്കര ഉണ്ട്. അതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ശർക്കരപ്പാനി ആയിട്ടെടുക്കാം. അപ്പോൾ അതാ ശർക്കര ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറട്ടെ. ഇതാ ഒരു കപ്പ് പച്ചരി ഞാനൊരു 4 മണിക്കൂർ കുതിർത്ത് വെച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ട് വെള്ളമൊക്കെ വാർത്ത് കളഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. നന്നായി കഴുകിയിട്ട് വേണം നമ്മൾ വെള്ളത്തിലിട്ട് വയ്ക്കാൻ. അപ്പോൾ ഒരു പച്ചരി നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചരിയിലേക്ക് ഞാനൊരു 2 ടീസ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗോതമ്പ് പൊടി ആയാലും കുഴപ്പമില്ല. ഞാൻ മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 2 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു 4 ഏലക്ക തൊണ്ടോട് കൂടിയിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അടുത്തായിട്ട് നമ്മൾ ചൂടാറാൻ വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ഇല്ലേ, അത് നമുക്ക് നമ്മുടെ പച്ചരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂടാറിയതിന് ശേഷമാണ് ഒഴിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതാ ശർക്കരപ്പാനി ഞാൻ കുറേശ്ശെ ഒഴിച്ചിട്ട് ഒപ്പത്തിനാക്കിയിട്ടുണ്ട്. നന്നായിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഈ മൈദയൊക്കെ ഇട്ടിട്ടുള്ളതല്ലേ, അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മധുരം ബാലൻസ് ചെയ്യാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ പച്ചരി അരച്ച് വന്നിട്ടുണ്ട്. കണ്ട ഒരു തരിതരി വേണം കേട്ടോ. നമ്മൾ ഈ വെളിച്ചെണ്ണപ്പം അതായത് നെയ്യപ്പം ഉണ്ടാക്കുമ്പോൾ ഒരു തരിതരായിട്ട് വേണം നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. മിക്സിയുടെ ജാറിൽ നിന്ന് നമുക്കൊരു പാത്രത്തിലേക്ക് ഈ നമ്മുടെ മാവ് മാറ്റി കൊടുക്കാം. ഒരു നുള്ള് ബേക്കിംഗ് സോഡ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. തലേദിവസം കലക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾ ബേക്കിംഗ് സോഡ ഇടേണ്ട ആവശ്യമില്ല. പിന്നെ ബേക്കിംഗ് സോഡ ഇടുമ്പോൾ തന്നെ കുറച്ച് ഇടാൻ ശ്രമിക്കണം. അധികം ഇട്ടുണ്ടെങ്കിൽ നമ്മുടെ വെളിച്ചെണ്ണപ്പം കറക്റ്റ് സെറ്റാവില്ല. അപ്പോൾ ഒരു നുള്ള ഇടാനേ പാടുള്ളൂ കേട്ടോ. അപ്പോൾ തലേദിവസം മിക്സ് ചെയ്ത് വെക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്കിത് ഒഴിവാക്കാം. അപ്പോൾ നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 4 മണിക്കൂറൊന്ന് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഈ മാവ് കണ്ടില്ലേ, ഒരു ദോശമാവിൻ്റെ ഒരു പാകത്തിൽ വേണം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് വെള്ളമൊന്നും അങ്ങനെ കൂട്ടണ്ട കേട്ടോ. അപ്പോൾ ഞാൻ ശർക്കരപ്പാനി ഒഴിക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടല്ലേ ആക്കിയത്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ വെള്ളം ഒഴിക്കാണ്ടാണ് അരച്ചെടുത്തത്. ഈ കുറച്ച് കട്ടി ഉണ്ടെങ്കിൽ നമുക്കൊരു ചെറുതായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കേണ്ടി വരും. ഇനി നമുക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതൊരു 4 മണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. നന്നായി മൂടി വയ്ക്കാം. ഓരോ പച്ചരിക്കനുസരിച്ചിട്ടാണ് കേട്ടോ നമുക്ക് വെള്ളം കൂട്ടേണ്ടി വരിക. ചില പച്ചരികൾ ഇങ്ങനെ ഒരു ഒട്ടിപ്പിടുത്തം പോലെ ആകുമ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം ആവശ്യം വരും. ഈ നമ്മൾ ഇഡ്ഡലിക്ക് എടുക്കുന്ന പച്ചരി ഇല്ലേ, അതൊക്കെ ആകുമ്പോൾ നമ്മൾ നല്ലോണം എന്താ പറയുക വെള്ളം കൂട്ടേണ്ടി വരും. അപ്പോൾ ഓരോ പച്ചരിക്കനുസരിച്ചിട്ടാണ് നമ്മളിതിൻ്റെ വെള്ളം ഇങ്ങനെ നമ്മൾ ശർക്കരപ്പാനിയിലാണ് നമ്മളിത് മൊത്തം അരച്ചെടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ പച്ചരിയുടെ ഇത് നോക്കിയിട്ട് വേണം നമ്മളത് അതിനനുസരിച്ച് നമ്മൾ ശർക്കരപ്പാനി ഉണ്ടാക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഒരൊറ്റ വെള്ളം ഇതിൽ ചേർക്കണില്ല ശർക്കരപ്പാനിയിൽ ഇനി മൊത്തം അരച്ചെടുക്കുന്നത്. അപ്പോൾ പച്ചരി നല്ല പച്ചരി എടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ലെവലിൽ കിട്ടും. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കണം കേട്ടോ. ബേക്കിംഗ് സോഡ ഇടുമ്പോൾ അതുപോലെ തന്നെ ശ്രദ്ധിക്കുക, ഒരു നുള്ളനി ഇടാൻ പാടുള്ളൂ. അധികമായ നമ്മുടെ വെളിച്ചെണ്ണപ്പം ശരിയാവില്ല കേട്ടോ. അടുത്തായിട്ട് നമ്മുടെ നെയ്യപ്പത്തിലേക്ക് നമുക്കൊന്ന് നെയ്യൊന്ന് കുറച്ചൊന്നെടുത്ത് ഒന്നുരുക്കണുണ്ട്. അതിലേക്ക് നമ്മുടെ കുറച്ച് തേങ്ങാക്കൊത്ത് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള തേങ്ങാക്കൊത്ത് ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. തേങ്ങാക്കൊത്ത് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഇതാണ് മെയിൻ സാധനം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് കറുത്ത എള്ളിട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് മൂക്കട്ടെ. നന്നായിട്ടൊരു ബ്രൗൺ കളറാവണം കേട്ടോ. അപ്പോൾ അതാ നാളികേരം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 1 ടീസ്പൂൺ എള്ളിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ചൂടറിയതിന് ശേഷം നമുക്ക് നമ്മുടെ മിക്സിലേക്ക് നമ്മളത് നെയ്യപ്പം ഉണ്ടാക്കുന്ന സമയമാകുമ്പോൾ നമുക്കത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിന് ചൂടാറാൻ മാറ്റി വയ്ക്കാം നമുക്ക്. അപ്പോൾ
അതാ നമ്മൾ നെയ്യിൽ മൂപ്പിച്ച് വെച്ച് നമ്മുടെ തേങ്ങാക്കൊത്തും എള്ളും ചൂടാറിയിട്ടുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞിട്ടുണ്ട്. ഒരു 3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ മിക്സിലേക്ക് ഇതിട്ട് കൊടുക്കാം. നന്നായി ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. നമ്മൾ ഉണ്ടാക്കണ നേരത്ത് മാത്രമാണ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ മൊത്തം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ അതാ കണ്ടില്ലേ, ഈ പാകം വേണം കേട്ടോ നമുക്ക്. ദോശമാവിൻ്റെ ഒരു പാകത്തിലാണ് കേട്ടോ, അത്രയും ലൂസ് വേണം. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. കണ്ടില്ലേ, നമുക്ക് വെളിച്ചെണ്ണപ്പം ഉണ്ടാക്കുമ്പോൾ ഒരു തരി കണ്ടില്ലേ, ഇതേപോലെ തരി വേണം കേട്ടോ. നമ്മൾ പച്ചരി അരയ്ക്കുമ്പോൾ ഇത് നമുക്ക് ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ വെളിച്ചെണ്ണപ്പം, അതായത് നെയ്യപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല അടികട്ടിയുള്ള പാത്രം വേണം കേട്ടോ വെളിച്ചെണ്ണപ്പം ഉണ്ടാക്കാൻ. അതായത് കുണ്ടുള്ള പാത്രം വേണം കേട്ടോ, എന്നാലാണ് കോരി വയ്ക്കുമ്പോൾ കറക്റ്റ് പാകത്തിന് വരുള്ളൂ കേട്ടോ. അപ്പോൾ അതാ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായി ചൂടാവട്ടെ കേട്ടോ. നന്നായി ചൂടായതിന് ശേഷം നമുക്ക് നമ്മുടെ മാവ് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണപ്പം ഉണ്ടാക്കാൻ അധികം വെളിച്ചെണ്ണയിൽ അങ്ങോട്ട് മുക്കി പൊരിക്കുകയൊന്നും വേണ്ട കേട്ടോ. നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ അതാ ഒഴിച്ച അപ്പം തന്നെ ഇങ്ങനെ വീർത്ത് വരുമ്പോൾ നമ്മളിങ്ങനെ എന്തെങ്കിലും കയ്യിലുണ്ട് അങ്ങനെയും കണ്ട ഇതേപോലെ നമ്മൾ എണ്ണ അങ്ങോട്ട് കോരി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പം നന്നായിട്ട് നമുക്ക് നല്ലോണം നമ്മുടെ അപ്പം വീർത്ത് വരും കേട്ടോ. എണ്ണ നല്ല ചൂടുണ്ടാവണം. പിന്നെ ഒഴിച്ചതിന് ശേഷം നമ്മൾ ചെറുതീയിലിട്ടിട്ട് പതുക്കെ അങ്ങനെ വേവിച്ചെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഉള്ളു വേവില്ല. ചെറുതീയിലിട്ടിട്ട് നമ്മൾ വേവിച്ചെടുക്കണം കേട്ടോ. കണ്ട വെളിച്ചെണ്ണപ്പം നല്ലോണം പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഒഴിച്ച് കഴിഞ്ഞാൽ ചെറുതീയിലിടണം കേട്ടോ. ചെറുതീയിലിട്ടിട്ട് പതുക്കെ ഇളക്കിയെടുക്കാനേ പാടുള്ളൂ. കണ്ടില്ലേ, നന്നായി പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ വെളിച്ചെണ്ണ അങ്ങനെ ഇതിൻ്റെ മുകളിലേക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. കണ്ടില്ലേ, ചെറുതീയിലിട്ടിട്ട് വേണം, പതുക്കെ വേണം മറിച്ചിടാൻ. നന്നായി ഒന്ന് മൊരിയട്ടെ. അപ്പോൾ ഇതായിട്ടുണ്ട്. നമുക്കിതാ കോരിയെടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. വീർത്ത് വരുമ്പോൾ ഇങ്ങനെ എണ്ണ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അടി അനക്കാൻ പാടില്ല കേട്ടോ, പൊട്ടിപ്പോവും. ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറുതീയിലിടുക. ബാക്കിയെല്ലാം ഉണ്ടാക്കി എടുക്കട്ടെ കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നന്നായി തന്നെ പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റാണ്. പുറം വശം നല്ല ക്രിസ്പി കേട്ടോ. നിങ്ങൾക്ക് ഞാൻ പൊട്ടിക്കുമ്പോൾ ശബ്ദം കേൾക്കുമ്പോൾ അറിയായിരിക്കും. ഉള്ളു നല്ല സോഫ്റ്റുമാണ്. കണ്ടോ നിങ്ങൾക്ക്? നമുക്കൊന്ന് കഴിച്ചു നോക്കാം. അപ്പോൾ നമുക്കൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ. നല്ല സോഫ്റ്റ് അപ്പാണ്. അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ തേങ്ങക്കൊത്തും എള്ളൊക്കെ കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഒരു 10 എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ. ചൂടോടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫോട്ടോ എടുക്കുക അത്രയും കിട്ടിയുള്ളൂ. അപ്പോൾ വീഡിയോ ചെയ്യാറായി. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.